നമസ്കാരം. നമ്മൾ ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഉള്ള സിനിമകൾ മാത്രം കാണുമ്പോൾ നമുക്ക് വളരെ നാരോ ആയിട്ടുള്ള ബാൻഡ്വിഡ്ത്തിൽ നിന്നുള്ള പെർസ്പെക്റ്റീവിൽ നിന്നുള്ള സിനിമകൾ മാത്രമേ കാണാൻ കഴിയുള്ളൂ. അതേസമയം നമ്മൾ ഒരു ഇഞ്ച് വലിപ്പത്തിലുള്ള സബ് ടൈറ്റിൽ വായിച്ച സിനിമ കാണാൻ പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ളൊരു സിനിമയുടെ ലോകം നമുക്ക് ആക്സസ് ഉണ്ടാവും. അത്തരത്തിലുള്ള കുറച്ച് ലോക സിനിമകൾ പരിചയപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണ്. ആദ്യം പറയാവുന്ന സിനിമയാണ് സിനിമ പാരഡൈസോ. സിനിമയ്ക്കൊരു പ്രണയലേഖനം എന്ന കൺസെപ്റ്റ് വന്ന സിനിമകളിൽ വെച്ച ഏറ്റവും പ്രശസ്തമായ ഉദാഹരണം. ഈ സിനിമ പറയുന്നത് രണ്ട് തലമുറകൾ എങ്ങനെ സിനിമയെ സ്നേഹിക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു സിനിമയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് പ്രിയപ്പെട്ട പലതിനെയും പിന്നിൽ ഉപേക്ഷിച്ച് നമ്മൾ പോയാൽ മാത്രമേ മറ്റു പലതും നമുക്ക് നേടാനാവൂ എന്നൊരു കൺസെപ്റ്റ് കൂടി ഈ സിനിമ പറയുന്നുണ്ട്. ഒരു കുട്ടിയുടെ പെർസ്പെക്റ്റീവിൽ നിന്നാണ് ഈ സിനിമ പറയുന്നത്. ഇതേ ഫിലിം മേക്കർ ഒരു കുട്ടിയുടെ പെർസ്പെക്റ്റീവ് ചെന്ന മറ്റൊരു സിനിമയുണ്ട്. ഫിലിം മേക്കറുടെ പേര് ഞാൻ പറയുന്നില്ല, എനിക്ക് പ്രൊനൗൺസിയേഷൻ കറക്റ്റ് കിട്ടില്ല, എഴുതി കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇതേ ഫിലിം മേക്കർ ഒരു കുട്ടിയുടെ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞ മറ്റൊരു സിനിമയാണ് മലൈന. സൗന്ദര്യം എനിക്ക് ശാപമാണെന്നൊക്കെ നമ്മളെ കൽപ്പന ചേച്ചി ഒരു തമാശയായിട്ടൊക്കെ ഏതോ സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്. ആ സംഭവത്തെ സീരിയസ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്ത സിനിമയാണ് മലൈന. സൗന്ദര്യത്തിന്റെ ദേവതയായിട്ടുള്ള മോണിക്ക ബെല്ലൂച്ചിയാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. മോണിക്ക ബെല്ലൂച്ചിക്ക് ഈ അടുത്ത് ഒരു റാൻഡം തമിഴ് മാസ് മസാല പടത്തിൽ ഒരു ട്രിബ്യൂട്ട് സോങ് ഒക്കെ കിട്ടിയിരുന്നു. ഐ ഡോണ്ട് നോ വൈ. പക്ഷെ ഇതുപോലും കാണിക്കുന്നത് അവരുടെ ഇൻഫ്ലുവൻസ് ആണ്. ലോകത്തിന്റെ ഏതൊക്കെ കോണിൽ കിടക്കുന്ന സിനിമ ആസ്വാദകരെ, ഫിലിം മേക്കേഴ്സിനെ അവർ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ കാണിക്കുന്നത്. മോണിക്ക ബെല്ലൂച്ചി മലൈന പറയുന്നത് സ്ത്രീ സൗന്ദര്യത്തോടുള്ള പുരുഷന്മാരുടെ ആസക്തിയാണ്. അതുപോലെ മറ്റൊരു ആസക്തിയെ പറ്റി പറയുന്ന സിനിമയാണ് ഡ്രഗ് അനദർ റൗണ്ട്. ഇത് മിഡ് ലൈഫ് ക്രൈസിസിന്റെ വിരസതകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു കൂട്ടം അധ്യാപകർ മദ്യപാനം എന്ന് പറയുന്ന ഒരു എക്സ്പെരിമെന്റ് ചെയ്യുകയാണ്. അതായത് ഒരു സെർട്ടൻ ലെവൽ ഓഫ് ആൽക്കഹോൾ ബ്ലഡിൽ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ജീവിതം അടിപൊളിയാകുമെന്നൊരു ഒരു പരീക്ഷണം നടത്തി വെക്കുന്നതാണ്. അത് പിന്നെ കുറച്ച് എക്സ്ട്രീംസിലേക്ക് പോവും. ഒരു ആഘോഷത്തിന്റെ മൂഡിൽ പോകുന്ന സിനിമയാണ്. പക്ഷെ അവസാനം കുറച്ച് തിരിച്ചറിവുകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. മദ്യപാനത്തെ ആഘോഷിച്ച സിനിമയാണ് ഡ്രഗ് എങ്കിൽ ഉന്നത കുലജാതരായിട്ട് ആളുകൾ മദ്യപിക്കുന്നതിന് ഒരു സ്റ്റൈലുണ്ടെന്ന്, ഒരു അന്തസ്സും അഭിമാനമുള്ള ഒരു രീതിയുണ്ട്, സാധാരണക്കാരെ പോലെ അല്ല ചെയ്യേണ്ടത് എന്ന് വിശ്വസിച്ചിരുന്ന കുറച്ച് ആളുകളെ പറ്റി ചെയ്തിട്ടുള്ളൊരു സിനിമയാണ് ദി ഡിസ്ക്രീറ്റ് ചാം ഓഫ് ദ ബൂർഷ്വാസി. ഫ്രഞ്ച് സിനിമയാണ്, സർറിയൽ സിനിമയാണ്. സിനിമയുടെ കഥ എന്ന് പറയാൻ ഒന്നുമില്ല. ഈ റൂളിംഗ് ക്ലാസ് അപ്പർ ക്ലാസ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ ഒരു ഡിന്നറിന് പോകാൻ ശ്രമിക്കുന്നു. പക്ഷെ ഓരോ കാരണങ്ങൾ കൊണ്ട് അതിന് കഴിയുന്നില്ല. ഓരോ പ്രാവശ്യം ഈ കാരണങ്ങളുടെ അബ്സർഡിറ്റി കൂടി വരും. അത്രേ ഉള്ളൂ സിനിമ. സർറിയലിസം എന്തെന്നറിയാവുന്നവർക്ക് തീർച്ചയായും ഫെമിലിയർ ആയിട്ടുള്ള പേരായിരിക്കും ഡിസ്ക്രീറ്റ് ചാം ഓഫ് ദ ബൂർഷ്വാസി എന്ന് പറയുന്നത്. ഈ അപ്പർ ക്ലാസ് വിഭാഗം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സോഷ്യൽ സ്ട്രക്ചേഴ്സ് കാരണമാണ് അവർക്ക് ഈ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുന്നത്. ഇതുപോലെ കുറച്ച് സോഷ്യൽ സ്ട്രക്ചേഴ്സിനകത്ത് കുടുങ്ങിപ്പോയ കുറച്ച് സ്ത്രീകളുടെ കഥ പറഞ്ഞ സിനിമയാണ് വോൾവർ. നമ്മുടെ പെനലോപ്പ് ക്രൂസാണ് പ്രധാന വേഷം ചെയ്തിരിക്കുന്നത്. ചിലർക്ക് അറിയായിരിക്കും പൈറേറ്റ്സ് ഓഫ് ദ കരീബിയൻ 4ാമത്തെ പടത്തില് അഭിനയിച്ചിട്ടുള്ള നടിയാണ് പെനലോപ്പ് ക്രൂസ്. ഇത് സഹോദരിമാർ തമ്മിലുള്ള ബന്ധം, അമ്മമാർ തമ്മിലുള്ള ബന്ധം അതൊക്കെ കാണിക്കുന്ന ഒരു സിനിമയാണ്. ജീവിതത്തെയും മരണത്തെയും ഒക്കെ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന കുറച്ച് ജീവിതങ്ങൾ കാണിക്കുന്ന സിനിമയാണ്. ഇതുപോലെ തന്നെ ഇവര് അവരുടെ ജീവിതവും മരണവും ഒക്കെ മറച്ചു പിടിക്കാൻ ശ്രമിച്ചാണെങ്കിൽ ലോകത്തിന്റെ മുഴുവൻ തിന്മകളിൽ നിന്നും തന്റെ മകനെ മറച്ചു പിടിക്കാൻ ശ്രമിച്ചൊരു അച്ഛന്റെ കഥയുണ്ട്, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ഇത് ഹോളോകോസ്റ്റിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന സിനിമയാണ്. ഹോളോകോസ്റ്റിനെ തമാശയെ കാണിച്ചു എന്ന് പറഞ്ഞിട്ട് കുറച്ച് വിമർശനങ്ങളൊക്കെ ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മോശം സാഹചര്യങ്ങളിൽ പോലും ഭംഗിയും തമാശയും സിനിമയൊക്കെ കണ്ടെത്താൻ കഴിയും എന്നൊരു സാധനമാണ് ഈ സിനിമ പറയുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതുപോലെ തന്നെ മക്കളെ ജീവിതം പഠിപ്പിക്കാൻ ഒരു ഗെയിം പോലൊരു സാധനം സെറ്റ് ചെയ്യുന്ന ഒരു അച്ഛൻ്റെ കഥയാണ് ദി നോബിൾ ഫാമിലി എന്ന മെക്സിക്കൻ സിനിമ പറയുന്നത്. ഇതൊരു കോമഡിയാണ്. നിങ്ങൾ ഈ അൾട്രാ റിച്ച് ആയിട്ടുള്ള കുടുംബങ്ങളിൽ ജനിച്ച കുട്ടികളുടെ ജീവിതത്തെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? ഒരു ചെറുപ്പം തൊട്ടേ എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടിയിട്ടുള്ളവരായിരിക്കും. അങ്ങനെ വളർന്നു വന്ന ആളുകൾക്ക്
പെട്ടെന്നൊരു ദിവസം ഇതൊക്കെ ഇല്ലാതായി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, എങ്ങനെ അവർ സർവൈവ് ചെയ്യും? ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയെങ്കിൽ കാണാവുന്ന സിനിമയാണ് ദ നോബിൾ ഫാമിലി. ഇനി നമുക്ക് പാരീസ് പശ്ചാത്തലമായി വന്ന 2 സിനിമകൾ കൂടി നോക്കാം. ഒന്ന് അമേലി. അമേലി ഒരു ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള പെൺകുട്ടിയുടെ കണ്ണുകൾ കൂടി പാരീസിനെ കാണുന്ന ഒരു സിനിമയാണ്. വളരെ കുറുക്കി ആയിട്ടുള്ളൊരു സിനിമയാണ്. ഇതിൻ്റെ സിനിമയുടെ വിഷ്വൽസ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അടുത്ത സിനിമ ഒരു ആന്തോളജിയാണ്, പാരീസ് ഐ ലവ് യു. 18 സിനിമകളുടെ ആന്തോളജിയാണ്. പാരീസിൻ്റെ പല ഭാഗത്തായിട്ട് നടക്കുന്ന 18 പ്രണയകഥകൾ, 18 തരത്തിലുള്ളവ. അതുപോലെ തന്നെ ഈ ഫിലിം മേക്കേഴ്സിനൊക്കെ പാരീസ് എന്ന നഗരത്തോടുള്ള പ്രണയം നമുക്ക് ഈ സിനിമകൾ കാണുമ്പോൾ തോന്നും. അങ്ങനെ ഒരു സിനിമയാണ് പാരീസ് ഐ ലവ് യു. അപ്പോൾ ഇതാണ് നമുക്ക് പരിചയപ്പെടുത്താനുള്ള ലോക സിനിമകൾ. നിങ്ങൾ ഇതുപോലെ ലോക സിനിമകൾ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ നമുക്ക് തിരിച്ച് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക. ലൈക്ക്, ഷെയർ, ഹൈപ്പ്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നതല്ലേ ചെയ്യുക. ഓക്കെ, ബൈ.